ഞാൻ മാംഗോ കുൽഫിയാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. കുൽഫി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഓർമ്മ വരുന്നത് സ്റ്റിക്കിൽ കുത്തിവെച്ചിട്ടുള്ള അങ്ങനെയുള്ള കുൽഫി ആയിരിക്കും. എന്നാൽ ഇത് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മാംഗോ കുൽഫിയാണ്. അപ്പൊ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി എല്ലാവർക്കും സ്പൈസ് അപ്പ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളുടെ മാംഗോ കുൽഫി തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ നന്നായി പഴുത്ത മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിന്റെ മേൽഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് സ്പൂൺ വെച്ച് പതിയെ ഇതിന്റെ കുരു ഒന്ന് മാറ്റി കൊടുക്കാം. വളരെ ശ്രദ്ധിച്ച് വേണം ഇതിൻ്റെ കുരു മാത്രമായിട്ട് അടർത്തിയെടുക്കാൻ. അങ്ങനെ വളരെ സേഫ് ആയിട്ട് നമ്മൾ മാങ്ങയുടെ അണ്ടി പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് സ്റ്റൗവിൽ വെച്ച് ചൂടായിക്കൊണ്ടിരിക്കുന്ന പാനിലേക്ക് ഞാൻ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു 500 ml പാക്കിലെ പകുതി പാല് മാത്രമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പാൽ ഒഴിച്ചു കൊടുത്ത ശേഷം ഇനി ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ആണ് ആഡ് ചെയ്യാൻ പോകുന്നത്. വേറെ പഞ്ചസാരയൊന്നും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. വെറും മിൽക്ക് മെയ്ഡ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കുൽഫി ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ച ശേഷമാണല്ലോ നമ്മൾ കഴിക്കുക. അപ്പൊ തണുപ്പിക്കുന്ന സമയത്ത് ഷുഗറിന്റെ ലെവല് കുറച്ച് കുറയും. അതുകൊണ്ട് നമ്മളിപ്പോ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുമ്പോൾ മധുരം കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പൊ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനി ഒന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ബദാമും പിസ്തയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടായ പാലിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയിൽ വെച്ച് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. അങ്ങനെ നമ്മളെ പാല് നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. കളറൊക്കെ ചെറുങ്ങനെ മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മളുടെ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു പാല് നമ്മൾ മാറ്റി വെച്ച മാങ്ങയുടെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ മാങ്ങയുടെ അകം ഫില്ലാവുന്നത് വരെ നമ്മൾ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ ആ ടോപ്പ് വെച്ച് ഇതൊന്ന് മൂടി വെക്കാം. ഇനി ഇത് ഒരു 8 മണിക്കൂർ നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കാം. അങ്ങനെ 8 മണിക്കൂറിന് ശേഷം നമ്മൾ മാങ്ങ ഫ്രീസറിന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഈ മേൽഭാഗം ഒന്ന് ആദ്യം മാറ്റി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവും മാങ്ങയുടെ അകമൊക്കെ നന്നായിട്ട് ഫ്രീസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ മാങ്ങയുടെ തൊലി ഒന്ന് നമുക്ക് പീൽ ചെയ്തെടുക്കാം. അങ്ങനെ തൊലിയെല്ലാം നന്നായിട്ട് പീൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ കുൽഫി റെഡിയായി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.